ഇത് എനിക്ക് 2 ദിവസം യൂസ് ആക്കി ഇത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലിപ് ബാം യൂസ് ആക്കാതെ കൊണ്ട് എനിക്ക് വന്ന പ്രോബ്ലംസ് ഉണ്ടല്ല 1 2 ഒന്നല്ല 2 ഡേയ്സ് ആയിട്ടും. ഇത് ഡാർക്ക് സർക്കിളിന് മാത്രം അല്ല, ഇത് കൺസൾട്ട് ആക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഹായ് ഹലോ, ഞാനിങ്ങനെ നാസി. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ആയിട്ട് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചെങ്കിൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേക്ക് എനിക്ക് ജസ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട് ലൈക്കിൻ്റെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആക്കാം. സൈഡിൽ കിട്ടുന്ന സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഞാൻ ഓൺ വോയിസ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ കുറേ മലയാളത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. ഒന്നും നിങ്ങൾ ഈ ചെവിയിൽ കേൾക്കാം, ഈ ചെവിയിൽ വിടുക. എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അത്രയും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി ഇട്ടാ. ഇതിങ്ങനെ പറയേണ്ടതല്ല, ഇങ്ങനെ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. സോ അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് മലയാളം സംസാരിക്കാൻ പഠിക്കുമല്ലോ. ഇപ്പം തന്നെ എനിക്ക് ഏകദേശം ഒരു മലയാളം ടച്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ മറ്റു ചില വോയിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ല, ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും കേട്ടിട്ടുള്ള വാക്ക് അങ്ങനത്തെതാൻ പറയല്. ഇത് ഡയറക്റ്റ് സംസാരിക്കുന്നല്ലേ, സോ എന്തെല്ലോ തെറ്റുണ്ടാവും. ഞാൻ വട്ട എന്ന് പറയുന്നതുകൊണ്ട്, സ്പീഡിൽ പറയുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവാൻ പോയില്ല. ഞാൻ അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഈ മോയ്സ്ചറൈസറായിട്ട് വന്നിട്ടുള്ളത് ഇതാ സെറ്റ് ഓഫ് ഇല്ലേൻ്റെത് കേട്ടോ. അടിപൊളിയാണ്. സംഭവം എന്താണെന്നറിയോ, ഇത് എൻ്റെതല്ല ഗൈസ്, ഇത് ഇപ്പം എൻ്റെത്. സോ ഇത് ഈ ചെമ്മു വാങ്ങിയത് ഓളെ സ്കിന്നിന് പറ്റാത്ത കൊണ്ട് ഓള് എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്. ഇത് എനിക്കുണ്ടല്ല പകലിടുന്ന കാണും, രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ രാത്രി സ്കിൻ കെയർ ഇപ്പം 2 days 3 days ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഡോക്ടറെ കൺസൾട്ട് ആക്കിയത്. പിന്നെ അതിനു മുമ്പ് ഞാൻ ഈ ഒരു സാധനം തേച്ചിട്ട് കിടക്കുന്നുണ്ടായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും സ്കിന്ന്. സോ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് കുറച്ച് എക്സ്പെൻസീവ് തന്നെ. 549 കേട്ടോ, 549. ഞാൻ നമ്പറെല്ലാം പഠിച്ചു കഴിച്ച്. ഞാൻ അത്യാവശ്യം എനിക്ക് മലയാളത്തിൽ ഈ നമ്പർ പറയുന്നത് ഭയങ്കര ടാസ്ക് കിട്ടാൻ എനിക്ക് കിട്ടുന്നേ ഇല്ല. നമ്പർ 1 2 3 അത് ഭയങ്കര ടാസ്ക്. ഈ നമ്പർ ഉണ്ടാവല്ല 9037 അങ്ങനെയല്ല, അത് ഞാൻ പറയല് 90 അങ്ങനെ ഒന്നിച്ച് പറയാൻ ഇതുവരെ എനിക്ക് കിട്ടിച്ച. അതിന് അത് പഠിക്കണം. അങ്ങനെ ഇതിന് 549 കേട്ടാ. നെക്സ്റ്റ് വന്നിട്ട് ഇത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീം. ഇത് അടിപൊളി. ഇത് സെയിം ചെമ്മൂനത്. ചെമ്മൂനെ കൊണ്ടുണ്ടല്ലോ എനിക്ക് ഈ 2 പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം എൻ്റെ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസറും സൺസ്ക്രീമാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ മുമ്പ് ഡെർമൻ്റെതും യൂസ് ആക്കുന്നത്. ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. ഞാനൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞേനെ അതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു തോന്നുന്നുണ്ടായിന്. സോ ഇതിപ്പോൾ അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റ് ഇവിടെ വാങ്ങിയതുകൊണ്ട് എനിക്ക് അറിയില്ല ഗൈസ്. 399 വരുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ ഒരു സൺസ്ക്രീം ഉണ്ട്, എൻ്റെ പൊന്ന് എന്ത് എക്സ്പെൻസീവ് എന്നറിയോ. ഞാൻ യൂസ് ആക്കിയിട്ടാ, അത് ഡോക്ടറെ കൺസൾട്ട് ആക്കിയത് കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നെക്സ്റ്റ് എന്ത് കാണിക്കേണ്ടത്, ലിപ് ബാം തന്നെ കാണിക്കാം. കാപ്ടെക്സിൻ്റെ ഇത് കേട്ടോ. ഇത് എനിക്ക് എന്താണെന്നറിയാം, ഞാൻ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലെന്നറിയില്ല. സോ ഇതുവരെയായിട്ട് ഞാൻ ലിപ് ബാം യൂസ് ആക്കുന്നുണ്ടായിട്ട്. ഇത് ഇപ്പം എനിക്കൊരു 25 അങ്ങനെ ഏജ് ആയി. സോ വാസ്ലിൻ തേക്കും എപ്പെങ്കിലും. ലിപ്പ് ഡാർക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ രാത്രി എന്താ പറയുക വാസ്ലിൻ തേക്കും, അങ്ങനെ തന്നെ കിടക്കും. മറ്റേ ചലൊന്നും ഇതാക്കിയില്ല. അത് കൊണ്ട് ലിപ് ബാം യൂസ് ആക്കാതെ കൊണ്ട് എനിക്ക് വന്ന പ്രോബ്ലംസ് ഉണ്ടല്ല 1 2 ഒന്നല്ല, കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഫുള്ള് ഡ്രൈ ആയി ലിപ്പ്. അതേക്ക് എനിക്ക് ഉണ്ടല്ല ഇങ്ങനെ ഇപ്പം തണുപ്പ് കാലം വരണമൊന്നുമില്ല തൊലി പോവാൻ. എനിക്ക് ഇത് ലിപ്സ്റ്റിക്ക് ഡയറക്റ്റ് അപ്ലൈ ആക്കിയിട്ടുണ്ടല്ല, എൻ്റെ ചുണ്ട് ഫുള്ള് ഡാമേജ് ആയി. പിന്നെ ഉണ്ടായത് എനിക്ക് ഈ സൈഡ് ഇത് ഫുള്ള് ബ്ലാക്കായി. പക്ഷെ ഫസ്റ്റ് ആയ പ്രോബ്ലം എന്താ വെച്ചെങ്കിൽ, ഈടും ഈ 2 സൈഡ് ഉണ്ടല്ല, ഇത് ഇവിടെ ബ്ലാക്കായി. എൻ്റെ ബ്രദർ ഫസ്റ്റ് വന്നപ്പാട് എനിക്ക് മനസ്സിലായത്. എൻ്റെ ബ്രദർ ചോദിച്ചു ഈ 2 സൈഡ് എന്ത് ബ്ലാക്ക് ആയിട്ടുള്ളത് എന്താ വെച്ചെങ്കിൽ, ഇത്ര ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്ലാക്ക്. വേറെ അവർക്ക് മനസ്സിലാവുന്നു. നമ്മളെക്കാളും അപ്പുറം നമ്മളെ ഫേസ് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ എനിക്ക് ലിപ്സ്റ്റിക് ഒന്നും യൂസ് ആക്കുന്നില്ല, എവിടെയും പോകുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ യൂസ് ആക്കും. സോ എനിക്ക് പെട്ടെന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ അത് എന്താവുന്ന വെച്ചെങ്കിൽ തന്നാലെ അളയിട്ട് പോകും ഈ 2 സൈഡത്തെ
ആ ബ്ലാക്ക് കളർ സ്കിന്ന് പോവും. പിന്നെ അതിനേക്കാൾ ഡാർക്കായിട്ട് സ്കിന്ന് വരുന്നത് കേട്ടോ. അങ്ങനെ വന്നിട്ട് ഫുള്ള് ഡാർക്കായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ആക്കിയാൽ പിന്നെ ഈ ലിബാം തന്നെ പിന്നെ മാറ്റുണ്ട് കേട്ടോ. ഈട്ടതെല്ലാം ബ്ലാക്ക് പോയിട്ടുണ്ട്. അത്യാവശ്യം ഈട്ടത് അധികം ഉണ്ടായത് കൊണ്ട് ലൈറ്റായിട്ട് പോയില്ല ആ ഒരു ടൈപ്പ്. പക്ഷെ ഈട് നമുക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. സോ ഈട് കുറച്ചാണ് ഉണ്ടായത്, അത് പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് കേട്ടോ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് ഞാൻ വാങ്ങിച്ചുള്ളത് മെഡിക്കലിൽ നിന്ന് 185 185 റുപ്യ. ഓക്കെ, ഇവരിത് അടിപൊളിയാണ് കേട്ടോ. പിന്നൊരു സാധനം ഉണ്ട് എന്തൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അത് ലിബാമിൻ്റെ പകരം രാത്രി യൂസ് ആക്കാൻ പറ്റുന്നത്. ഞാൻ കാണിച്ചു തരാം, എന്തെങ്കിലും ഞാൻ കാണിച്ചു തരുമല്ലോ, നോക്കിയാൽ മതി. പിന്നെ ഇത് ഒരു ഷോക്ക് വെച്ച ഒരു സംഭവം കേട്ടോ. ഇത് അലോവേര ജെൽ, നിങ്ങൾക്ക് അറിയുമല്ലോ. സോ അതേക്ക് ഇത് വിറ്റമിൻ ഇ ടാബ്ലറ്റ്. ഇത് എന്തിനു വാങ്ങിയെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഡാർക്ക് സർക്കിൾ നല്ലോണുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നല്ലോണുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ ഇപ്പോൾ എൻ്റെത് ഉണ്ടല്ല 2-3 days ആയിട്ടുണ്ടല്ല എനിക്ക് കുറവായിട്ടുള്ളത് ഡാർക്ക് സർക്കിൾ. അത് ഒരേ ഒരു പ്രോഡക്റ്റ് ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല അടിപൊളി എന്നറിയാം. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ സ്റ്റോറി പറയാം. ഞാൻ എപ്പോഴും ഡാർക്ക് സർക്കിൾ പോകാനുള്ള എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടാകുന്ന പറഞ്ഞിട്ട് യൂട്യൂബിൽ അങ്ങനെ ഇങ്ങനെ സെർച്ച് ആക്കി നോക്കി. അപ്പോഴത്തേക്ക് എനിക്ക് അധികം കണ്ടതാണ് അലോവേര ജെല്ലും വിറ്റമിൻ ഇ ടാബ്ലറ്റ്. അത് ഇട്ടിട്ട് 2 മിക്സ് ആക്കിയിട്ട് കണ്ണിൻ്റെ ചുറ്റും തേച്ചിട്ട് രാത്രി ആകുമ്പോൾ തേച്ചിട്ട് ഉറങ്ങാൻ പറഞ്ഞിട്ട്. പക്ഷെ എന്താണെന്ന് വെച്ചെങ്കിൽ 1 വീക്ക് യൂസ് ആക്കി, 1 വീക്ക് അല്ല 4 days ഞാൻ യൂസ് ആക്കി. 4 ടാബ്ലറ്റ് ഇതാക്കിയിട്ടുള്ളത് യൂസ് ആക്കി. പക്ഷെ എനിക്ക് ഒട്ടും റിസൾട്ട് വന്നിട്ടാണ്. എനിക്ക് പിന്നെ ഉണ്ടല്ലോ 1 വീക്ക് ഞാൻ നോക്കും, 4-5 days നോക്കും. അതിൽ കുറച്ച് റിസൾട്ട് എനിക്ക് കിട്ടില്ലേ ഞാൻ ആർട്ടേക്ക് സ്റ്റോപ്പ് ആക്കിയിട്ടാ. അതാണ് എൻ്റെ ഏറ്റവും മോശമുള്ളൊരു സ്വഭാവം. നമ്മൾ കണ്ടിന്യൂ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഒരു അലോവേര ജെല്ല് വാങ്ങിയിട്ട് വേസ്റ്റ് ആയി ഗൈസ്. ഇത് എന്തിനെങ്കിലും യൂസ് ആവുമെന്ന് നോക്കണം. അതൊക്കെ എനിക്ക് ഈ ടാബ്ലറ്റും വിറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റും അത്യാവശ്യം വേറെ എന്തിനെല്ലാം ഹെയറിനെല്ലാം യൂസ് ആവുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നോക്കണം. വേസ്റ്റായി ഗൈസ്. സോ ഇത് വെറുതെ വാങ്ങിപ്പോയി. ഇതിന് റേറ്റ് വന്നിട്ട് 120 കേട്ടോ, 120 റുപ്യ. പിന്നെ ഇതിൻ്റെത് 60 അങ്ങനെ എന്തോ ഉള്ളത് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. സോ അപ്പോൾ ഇത് എന്തെങ്കിലും ഈ 2 സാധനം യൂസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനെ അറിയില്ല. പിന്നെ ഉള്ളത് സൺസ്ക്രീൻ UV ഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റാണ് ഇത്ര റേറ്റുള്ള. എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ, നിങ്ങൾക്കറിയില്ല. സോ ഇത്ര റേറ്റിൻ്റെ സൺസ്ക്രീം വാങ്ങുന്നത് ഇത് എനിക്ക് ഡോക്ടറെ കൺസൾട്ട് ആക്കിയത് കേട്ടോ, അതുകൊണ്ട് വാങ്ങിയത്. ഇല്ല ഞാൻ ഒരിക്കലും വാങ്ങിട്ടില്ല ഗൈസ്. ഇത് ഞാൻ യൂസ് ആക്കിയിട്ടാ, സംഭവം ഞാൻ യൂസ് ആക്കിയിട്ടാ. ഡോക്ടർ പറഞ്ഞത് എന്ന് വെച്ചെങ്കിൽ പകൽ എപ്പോഴും യൂസ് ആക്കണം, പുറത്ത് പോകുമ്പോൾ തന്നെ യൂസ് ആക്കണമെന്നില്ല. പെരൻ്റെ പുറത്ത് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ പോരാ. പെരൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പം ഇത് യൂസ് ആക്കണം എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി പുറത്തെല്ലാം പോകുന്നല്ല, ഇപ്പം സിറ്റ് ഔട്ട് പിന്നെ മുറ്റത്ത് അങ്ങനെയെല്ലാം പോകുന്നല്ല. സോ അപ്പോൾ നീ പകൽ ഇത് ഡെയിലി യൂസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് നീ ഇത് തൊട്ട് നോക്കിയിട്ടാട്ടാ യൂസ് ആക്കണം. ഇനി പൊന്നിച്ചിട്ട് വെക്കുമെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര പൈസ കൊടുത്ത സാധനം അധികം യൂസ് ആക്കാൻ ബേജാറാണത്. എന്തെങ്കിലും വാങ്ങിത്തരും അത് വേറെ കാര്യം, പക്ഷെ വേഗം തീരുമില്ലെന്ന് പറഞ്ഞിട്ടുള്ള ബേജാറ്. ഇനി യൂസ് ആക്കോട്ടെ ഇൻഷാല്ല. അങ്ങനെ പൊന്നിച്ച് വെച്ചത് കൊണ്ടാണ് എൻ്റെ സ്കിൻ കണ്ട. ഇപ്പം ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യലേ ഇല്ല, അതാണ് മൈന്. അതുകൊണ്ട് ഏറ്റവും മോശമായത്. പിന്നെ ഇതിൽ എങ്ങനെ ഏടെല്ലാം തേക്കണം എന്ന് പറഞ്ഞിട്ട് ക്ലിയർലി ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൗ ടു യൂസ്, ഹൗ മച്ച് ടു യൂസ്, അതെല്ലാം ഇതിലുണ്ട്. ഇനി ഇത് നോക്കിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാം. ഇതിലെന്തെങ്കിലും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയൂ ഗൈസ്. ഇതിന് റേറ്റ് വന്നിട്ടുണ്ടല്ലോ 799, അതായത് 799. ശരിയല്ലേ? ആ ശരി. ഇത് നമ്പർ 1 സൺസ്ക്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, UV അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓയിൽമെൻറ്റ്, ഇത് പേര് എന്ത് പഠിച്ചോനെ, നാവിൽ കിട്ടാത്ത പേര് ഗൈസ്. ക്ലിനിമി സ്കിൻ ജെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെൻറ്റ്. ഇത് എന്തെന്ന് വെച്ചെങ്കിൽ കുരു ഉണ്ടല്ല, കുരു ഉള്ളാടെ മാത്രം തേച്ചിട്ട് കൊടുക്കേണ്ട ഒരു ജെല്ല്. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഈ എൻ്റെ ഫേസിന് എങ്ങനെ ഇത്രയും കുരു വരുന്നത്, നമുക്ക് അപ്പം വരും കേട്ടോ. അപ്പം ഡോക്ടർ പറഞ്ഞത് എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്,
ഏറ്റവും അധികം ഉള്ളതാണ് എൻ്റെ തലയിൽ ഡാൻഡ്രഫ്. മുടിനേക്കാൾ അധികം എന്ന് പറയാം, തിക്കിലിങ്ങനെ കട്ടിക്ക് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഷാമ്പു തന്നിട്ടുണ്ട്, അത് കുറച്ച് ഒരു വെള്ളത്തിൽ ഇട്ടിച്ച് മിക്സ് ആക്കിയിട്ട് തലയിൽ ഇതാക്കണം. അതിൽ മെഡിസിൻ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ എൻ്റെ ഡാൻഡ്രഫ് കുറഞ്ഞിട്ടുണ്ട്. സോ പിന്നെ ഇപ്പോൾ അത് തീർന്ന പാട് വേറൊരു ഷാമ്പു വാങ്ങാൻ പറഞ്ഞിട്ട് അത് ആഴ്ചക്ക് 2 വട്ടം മാത്രം തേക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സ്കിന്നിന് ഇത്രയെല്ലാം പിമ്പിൾസ് വരാൻ കാരണം. അപ്പോൾ ഡാൻഡ്രഫ് ക്ലിയർ ആയിട്ട് പോയെങ്കിൽ എൻ്റെ ഫേസ് ക്ലിയർ ആവും. സോ കുരു വന്നിടത്തേക്കല്ല. പിന്നെ എന്താ വെച്ചെങ്കിൽ കുഞ്ഞു കുരു കേട്ടോ എനിക്ക് വരുന്നത്. ഇത് വലുത് അത് വേറെ കാര്യം. പിന്നെ ഉള്ളത് സ്ഥിരമായിട്ടുള്ള കുരു എന്ന് പറഞ്ഞെങ്കിൽ കുഞ്ഞു കുരു. അപ്പം ഞാൻ ഡോക്ടറിനെ ചോദിച്ചു, അത് പോകുന്നേ ഇല്ല, എന്താക്കിയാലും പോകുന്നില്ല. പിന്നെ ഡോക്ടർ ചോദിച്ചു, അപ്പോൾ ഈ ഒരു സാധനം ഫുള്ള് തേച്ചാൽ മതിയല്ലേ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊരിക്കലും തേച്ചുകൂടാ. കുരു എവിടെ ഉള്ളത്, ആ കുഞ്ഞു കുരു വന്നെങ്കിൽ അത് തന്നാലായിട്ട് പോവും. ഇല്ലെങ്കിൽ അത് വലുതായെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് ഒരു ജെൽ ടൈപ്പ് കേട്ടോ. അയ്യോ കണ്ട ഈ ഒരു ജെൽ ടൈപ്പ്, അതിങ്ങനെ എടുത്തിച്ച് കുരുവില്ലാടെ മാത്രം ഇങ്ങനെ ഇതാക്കുക. ഇങ്ങനെ ഇതാക്കിക്കൂടാ, തേച്ചൂടാ. ഇങ്ങനെ ഒട്ടിച്ചിട്ടല്ല, ഇങ്ങനെ ടാപ്പാക്കിയിട്ട് പോവാം. കുരു കടയിലുണ്ടത് അതിൻ്റെ എന്താ പറയല്ലേ, പിമ്പിൾസിൻ്റെ കലയുണ്ടാവല്ല, കലയാ അതും മതി. ഇതിൽ തന്നെ പോകും. വേറെ ജെൽ ഇല്ലെങ്കിൽ ക്ലിയർ ജെൽ കേട്ടാ അന്ന് തന്നിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് യൂസ് ആക്കിയിട്ടു. എന്തെങ്കിലും ഇതിൽ കുരുവെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാട്ടാ. എന്നെ മനസ്സിലാവല്ല, നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും. ഇപ്പം നോക്കിയ വല്ല കുരു കേട്ടോ. 1 2 3 ഇവിടെ ഫുള്ള് കലയുണ്ടായിന്. അതൊക്കെ ഏകദേശം ക്ലിയർ ആയിക്കൊണ്ട് വന്ന്. അത് ആഴ്ച 2-3 ദിവസമായിട്ടു പ്രോപ്പറായിട്ട് ഇത് യൂസ് ആക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടായിരിക്കും. പക്ഷെ ഞാൻ ചെയ്യില്ലാന്ന് അറിയുന്നു, പക്ഷെ ഉണ്ടാക്കല്. പിന്നെ ബിയോ ഓയിൽ, ഇത് ലോഷൻ കിട്ടാം. ഇതെൻ്റെ ഇക്ക ദുബായി നയിച്ചത് സംഭവം. ഇക്കാൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഒരാൾ കമ്പനിയിലത്തെ അവർ കൊടുത്ത സാധനം കേട്ടാ. അപ്പോൾ അയച്ചു തന്നിട്ടുണ്ടായി. ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ, ഒരു ലൂസി ടൈപ്പ് ആയിട്ട് ഈ ഒരു ടെക്സ്ചർ. ഓക്കെ, ഇത് ഞാൻ ഇപ്പം ഇത്ര അയച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര തീർന്നിട്ടുണ്ട്, ഫുള്ളുണ്ടായിന്. സോ ഇത് ഞാൻ ഫസ്റ്റ് തന്നപ്പോൾ യൂസ് ആക്കിയിട്ടുണ്ടായിട്ടാ. മടി കൊണ്ട്, വേറൊന്നുമല്ല, മടി കൊണ്ട് ഞാൻ യൂസ് ആക്കുന്നുണ്ടായിട്ടാ. പക്ഷെ എൻ്റെ സ്കിന്ന് ഓയിലി സ്കിന്ന്, പക്ഷെ എന്താ അറിയില്ലേ, ഡ്രൈ ഒന്നുമല്ല. എൻ്റെ കാലുണ്ടല്ല എന്നൊന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡ്രൈ തന്നെ. ഇങ്ങനെ മാർക്കാക്കിയാൽ മതി, കൈൻ്റെ അടയാളം ഇങ്ങനെ മാർക്ക് ഉണ്ടാവല്ല, വൈറ്റ് കളർ, അതങ്ങനെ തന്നെ പെയ്യുന്നുണ്ടായി. സോ അത് കുറവായിട്ടുണ്ട് കേട്ടോ. അത് എനിക്കിപ്പോൾ മാർക്കില്ല, സംഭവം മാർക്കില്ല. എത്ര ഒരു 3-4 ഡേയ്സ് തന്നെ യൂസ് ആക്കിയിട്ടു. ഓർമ്മയുണ്ടാകും അങ്ങനെ യൂസ് ആക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചൊറിയുന്നില്ല, അപ്പോൾ ഒരു മാർക്ക് വരുന്നില്ല, അതൊന്നും വരുന്നില്ല കേട്ടോ. ഇപ്പോൾ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് റിസൾട്ട് കിട്ടിയല്ല, പിന്നെ അത് സ്റ്റോപ്പ് ആക്കിയല്ലേ പറ്റുമോ. യൂസ് ആക്കിയില്ല തന്നെ അങ്ങനെ തന്നെ പൊന്നിച്ചിട്ട് വെക്കും. അതാണ് എൻ്റെ ഏറ്റവും ബാഡ് ഹാബിറ്റ്. ഓക്കെ, ലാസ്റ്റ് വന്നിട്ട് ഗായ്സ് എന്തായാലും വിശ്വസിക്കുക തന്നെ, ഇത് അടിപൊളി പ്രോഡക്റ്റ്. ഇത് എന്താ പറയുക, അത്രയും അടിപൊളി എന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടല്ല, ബെസ്റ്റ് എന്നറിയാം. ഞാൻ ഒരു 2 ഡേയ്സ് ആയിട്ട് ഇത് യൂസ് ആക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്ത് സംഭവം എന്നറിയാം, നമ്മളെ ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ, ഡാർക്ക് സർക്കിൾ പോവാൻ ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക ക്രീം എന്ന് തന്നെ പറയാം. എനിക്ക് ഡോക്ടർ കൺസൾട്ട് ആക്കി തന്നിട്ടുള്ളത് തന്നെ കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാണിക്കുക ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് റിസൾട്ട് കിട്ടിയിട്ട് ഇത് 2 ദിവസത്തിൽ എനിക്ക് ചെറിയൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സോ എനിക്ക് കുറഞ്ഞിട്ടുണ്ട് 2 ഡേയ്സിൽ, നല്ലോണം ഡാർക്ക് ഉണ്ടായിരുന്നു, കുറഞ്ഞിട്ടുണ്ട്. സോ ഇനി ഇത് ചമ്മൂക്കും അതേ കണിക്കുക ഇക്കെല്ലാം വാങ്ങി കൊടുക്കണം. ഇതിന് ചെറിയ ഇതും വരും കേട്ടോ, എന്താ പറയുക, ഇതിന് ചെറിയൊരു ബോട്ടിൽ വരും, ട്യൂബ് വരും. പക്ഷെ ആടെ ഇല്ലാത്ത കൊണ്ട് ഞാൻ വാങ്ങിച്ച. പിന്നെ എന്ന് വെച്ചാൽ ഇത് രാത്രി മാത്രം തേക്കേണ്ടത്. സോ ഇത് ഡാർക്ക് സർക്കിളിന് മാത്രം അല്ല, ഇത് വേറെ എന്താ പറയുക, നമ്മൾ ഈ ലിപ്പ് ഉണ്ടല്ലോ, ലിപ്പിൻ്റെ ബ്ലാക്ക് കളർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവല്ല, അതിന് പറ്റിയ സംഭവം. ഞാൻ ഡോക്ടറോട് പെണ്ണം പറഞ്ഞു, ഡോക്ടറെ ഈ ഒരു ലിപ് ബാം തന്നിട്ട് എനിക്ക് ഇവിടെ മാത്രം ചെറിയൊരു റിസൾട്ട് കിട്ടിച്ചു. സോ എനിക്ക് ഇവിടെ ഡാർക്ക് എങ്ങനെയെങ്കിലും പോയിപ്പിക്കണം, നല്ലോണം കൂടിക്കൂടി വരുന്നുള്ളതാണ്. സോ എന്തെങ്കിൽ
ഇതാക്കണം എന്ന് വെച്ചാൽ ഇനി നമുക്ക് കൂടിക്കൊണ്ട് പോകുന്നില്ല, അതുള്ളതാണ് നമുക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത്. സോ ഈ ലിപ് ബാം എനിക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ആക്കുമ്പോൾ ഞാൻ ആ ലിപ് ബാം അങ്ങനെ യൂസ് ആക്കും. പക്ഷെ എനിക്ക് പെട്ടെന്ന് പോകണം, എനിക്കത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ കാണിക്കുക. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് ഇത് രാത്രി വായിൻ്റെ ഉള്ളിൽ പോയിക്കൂടാ, ചുണ്ടി കുറച്ച് അധികം എടുത്തിട്ട് നല്ല പാങ്ങിൽ തേച്ചിട്ട് അതേ കണിക്കുന്ന കണ്ണിൽ തേക്കുമ്പോൾ കണ്ണിനുള്ളിൽ പോകാത്ത കണിക്കും വായിൻ്റെ ഉള്ളിൽ പോകാത്ത കണിക്കും ഇത് യൂസ് ആക്കിയാൽ മതി. ഇത് കുറവാവൂ, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വാ, അപ്പോൾ ഞാൻ വേറെ ഓപ്ഷൻ പറഞ്ഞുതരാമെന്നാണ്. ഇത് എനിക്ക് 2 ദിവസം യൂസ് ആക്കിയാൽ ഇത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ട്യൂബ് ഫുള്ള് യൂസ് ആക്കുമ്പോൾ എൻ്റെ ഡാർക്ക് സർക്കിൾ മൊത്തത്തിൽ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ ഈടന് മൂലക്കിടാവുന്ന ഒരു ഐഡിയ ഇല്ല. സോ യൂസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, യൂസ് ആക്കണം ഇൻഷാ അല്ലാഹ്. ഇത് ഇവിയോൺ ക്രീം എന്ന് പറഞ്ഞിട്ട് ന്യൂ വിറ്റമിൻ ഇ ആൻഡ് അലോവേര ജെൽ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. അടിപൊളിയാണ് ഗൈസ് ഈ ക്രീം, എന്താ പറയുക അത്രയും അടിപൊളി. വാങ്ങും, ഇത് മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടാവും. ഇതിൽ ഫുള്ള് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ തേച്ചിട്ട് ഫുള്ള് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടും ലാസ്റ്റ് കഴിഞ്ഞ. ഞാൻ മൊത്തത്തിൽ ഫസ്റ്റ് യൂസ് ആക്കുന്നുണ്ട് ഈ 2 സാധനം മാത്രം, വേറെ ഒന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രം തേക്കുന്നുണ്ടായത്. പിന്നെ ഞാൻ എല്ലാം സ്റ്റോപ്പ് ആക്കിയിട്ടാ സിറം യൂസ് ആക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ, ഞാൻ ഒരിക്കൽ യൂസ് ആക്കി പിന്നെ യൂസ് ആക്കിയില്ല. സോ അതാണ് എൻ്റെ പ്രോബ്ലം. അങ്ങനെ ഗൈസ് ഇപ്പം എൻ്റെ ഇത്ര പ്രൊഡക്റ്റ്സ് ഉണ്ട്. ഇത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇൻഷാ അല്ലാഹ് യൂസ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്കിൻ പ്രൊഡക്റ്റ് ഇത്രയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനേ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.